ഹൈ പ്രൊഫൈൽ ടോക്ക് ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് ഹരീഷ് മഹാദേവൻ. IPRലും ക്രിമിനൽ ലോയിലും സ്പെഷ്യലൈസ് ചെയ്യുന്നു. നിയമപരമായ വസ്തുതകൾ ചർച്ച ചെയ്യുന്നതിനും സംശയങ്ങൾ തീർക്കുന്നതിനുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആധുനിക ലോകത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ജയിലുകളിലൊന്നായ സീ കോർട്ടിനെ കുറിച്ചാണ്. MS-13 പോലുള്ള അക്രമാസക്തരായ സംഘങ്ങൾക്കെതിരായ യുദ്ധത്തിൻ്റെ ഭാഗമായി ലാറ്റിൻ അമേരിക്കയിൽ പ്രസിഡൻറ്റിൻ്റെ കീഴിൽ നിർമ്മിച്ച സീ കോർട്ട് എന്നറിയപ്പെടുന്ന എൽ സാൽവഡോറിൻ്റെ മെഗാ ജയിലായ ടെററിസം കൺഫൈൻമെൻറ്റ് സെൻറ്റർ. ഇതൊരു സാധാരണ ജയിലല്ല, ഇത് ഒറ്റപ്പെടലിൻ്റെ കോട്ടയാണ്. കുറ്റകൃത്യത്തിന് അനന്തരഫലങ്ങളില്ലെന്ന് കരുതുന്ന ആർക്കും ഒരു മുന്നറിയിപ്പ്. 2022 സീ കോർട്ട് സ്ഥാപിതമായത്. ഏകദേശം 410 ഏക്കർ സ്ഥലത്താണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ജൂൺ 14 കണക്കനുസരിച്ച് സീ കോർട്ടിൽ 14,532 തടവുകാർ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു. 2024 നവംബറിൽ ജയിൽ ഡയറക്ടർ സീ കോർട്ടിൽ 15,000 മുതൽ 20,000 വരെ തടവുകാർ ഉണ്ടെന്ന് കണക്കാക്കി. 40,000 തടവുകാരെ പാർപ്പിക്കാനുള്ള ശേഷിയുള്ള സീ കോർട്ട് ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ ജയിലും തടവുകാരുടെ ശേഷിയുടെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജയിലുമാണ്. വെനസ്വേലൻ, സാൽവഡോറൻ സംഘാംഗങ്ങളാണ് അമേരിക്കൻ ഭരണകൂടം ആരോപിച്ച 200-ലധികം നാടുകടത്തപ്പെട്ടവരെ 2025 മാർച്ചിൽ സാൽവഡോറൻ സർക്കാർ സ്വീകരിക്കുകയും അവരെ സീ കോർട്ടിൽ തടവിലാക്കുകയും ചെയ്തു. എൽ സാൽവഡോർ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, വെനസ്വേല എന്നിവ ഉൾപ്പെട്ട തടവുകാരുടെ കൈമാറ്റത്തെ തുടർന്ന് സീ കോർട്ടിൽ തടവിലാക്കപ്പെട്ട വെനസ്വേലക്കാരെ 2025 ജൂലൈയിൽ വെനസ്വേലയിലേക്ക് തിരിച്ചയച്ചു. 2022 മാർച്ച് 25 മുതൽ 27 വരെ എൽ സാൽവഡോറിൽ ഗുണ്ടാ സംഘങ്ങൾ 87 പേരെ കൊലപ്പെടുത്തി. അതിൽ 62 പേർ മാർച്ച് 26 മാത്രം കൊല്ലപ്പെട്ടു. 1992 ആഭ്യന്തര യുദ്ധം അവസാനിച്ചതിന് ശേഷം സാൽവഡോറൻ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ദിവസമായിരുന്നു അത്. ഫ്ലോറിഡ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഗവേഷണ ഡയറക്ടർ ഗുണ്ടാ സംഘങ്ങളും സർക്കാരും തമ്മിലുള്ള ആരോപിക്കപ്പെടുന്ന വെടിനിർത്തൽ തകർന്നതാണ് കൊലപാതക വർധനവിന് കാരണമെന്ന് പറഞ്ഞു. അക്രമത്തിന് മറുപടിയായി എൽ സാൽവഡോർ നിയമസഭ നിരവധി ഭരണഘടനാ അവകാശങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും രാജ്യത്തെ സുരക്ഷാ സേനയ്ക്ക് സംശയിക്കപ്പെടുന്ന ഗുണ്ടാ സംഘങ്ങളെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യുന്നത് എളുപ്പമാക്കുകയും ചെയ്തു. തുടർന്നുള്ള 7 മാസത്തിനുള്ളിൽ ഏകദേശം 55,000 ഗുണ്ടാ സംഘങ്ങളെ അറസ്റ്റ് ചെയ്തു. ധാരാളം അറസ്റ്റുകൾ കാരണം ഗുണ്ടാ സംഘങ്ങൾക്കെതിരായ ആക്രമണത്തിനിടെ അറസ്റ്റിലായവരെ പാർപ്പിക്കുന്നതിനായി 40,000 തടവുകാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പുതിയ ജയിൽ നിർമ്മിക്കുമെന്ന് ബുഖേലെ പ്രഖ്യാപിച്ചു. നിർമ്മാണ ചെലവ് $100 മില്യൺ. 2023 ജനുവരിയിൽ സീ കോർട്ട് തുറന്നപ്പോഴേക്കും സാൽവഡോറൻ സർക്കാർ 62,000-ലധികം ഗുണ്ടാ സംഘങ്ങളെ അറസ്റ്റ് ചെയ്തിരുന്നു. തടവുകാരെത്തുമ്പോൾ അവരുടെ വ്യക്തിത്വം ഉടൻ തന്നെ ഇല്ലാതാക്കപ്പെടുന്നു. തല മുണ്ടനം ചെയ്യുന്നു, താടിയെല്ലുകൾ നീക്കം ചെയ്യുന്നു, സ്വകാര്യ വസ്തുക്കൾ പിടിച്ചെടുക്കുന്നു, യൂണിഫോം, വെളുത്ത ഷോർട്സ്, വെളുത്ത ഷർട്ട്. വ്യക്തിത്വമില്ല, സ്വകാര്യതയില്ല, വെറും സംഖ്യകളും ശരീരങ്ങളും മാത്രമാണ്. പ്രിസൺ യൂണിറ്റുകൾക്കുള്ളിൽ യാഥാർത്ഥ്യം കൂടുതൽ തീവ്രമാകുന്നു. തടവുകാരെ
വലിയ സാമുദായിക സെല്ലിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. കട്ടിലുകളില്ല, തലയിണകളില്ല, അലങ്കാരങ്ങളില്ല, ലോഹ ബങ്കുകൾ, 24 മണിക്കൂറും ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഉണ്ടായിരിക്കും. നിരന്തരമായ പ്രകാശത്തിന് കീഴിൽ പകലുകളും രാത്രികളും എന്തെന്ന് തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല. സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുന്നത് തടവുകാർക്ക് അറിയാൻ കഴിയില്ല. സമയം ഒരു മനഃശാസ്ത്രപരമായ ആയുധമായി മാറുന്നു. ഓരോ തടവുകാരനും വളരെ പരിമിതമായ പേഴ്സണൽ സ്പേസ് ആണുള്ളത്. ടോയ്ലറ്റുകൾ സെൽ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്വകാര്യത വളരെ കുറവാണ്. ഓരോ ചലനവും ഓരോ സംഭാഷണവും നിരീക്ഷണത്തിലാണ്. ഏകാന്ത തടവറകളിൽ 15 ദിവസം വരെ തടവുകാരെ പാർപ്പിക്കാൻ കഴിയും. കോൺക്രീറ്റ് കിടക്ക, ടോയ്ലറ്റ്, വാഷ് ബേസിൻ എന്നിവ മാത്രമേ അവയിൽ സജ്ജീകരിച്ചിട്ടുള്ളൂ. സീക്കോട്ടിൽ 600 സൈനികരും 250 പോലീസ് ഉദ്യോഗസ്ഥരും ജോലി ചെയ്യുന്നു. ജയിൽ ജീവനക്കാർക്ക് ഡൈനിങ് ഹാൾ, ബ്രേക്ക് റൂം, ജിം തുടങ്ങിയ വിനോദ മേഖലകൾ ഒരുക്കിയിട്ടുണ്ട്. ജയിലിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവരെയും ശാരീരിക പരിശോധനയ്ക്കും എക്സ്റേ സ്കാനിങ്ങിനും വിധേയമാക്കുന്നു. ജയിൽ പരിധിക്കുള്ളിലെ തടവുകാർക്ക് പ്രത്യേകമായി മെഡിക്കൽ സ്റ്റാഫ് സ്ഥലത്തുണ്ട്. സീക്കോട്ടിൽ എത്ര തടവുകാരെ തടവിലാക്കിയിട്ടുണ്ടെന്ന് സാൽവഡോറൻ സർക്കാർ വളരെ അപൂർവമായി മാത്രമേ പ്രഖ്യാപിക്കാറുള്ളൂ. 2024 നവംബറിൽ 10,000 മുതൽ 20,000 വരെ തടവുകാരെ സീക്കോട്ടിൽ പാർപ്പിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2025 ഏപ്രിലിൽ സീക്കോട്ട് ജനസംഖ്യ അതിൻ്റെ പരമാവധി ജനസംഖ്യയായ 40,000-ഓട് അടുത്താണെന്ന് റിപ്പോർട്ട് കണക്കാക്കി. സീക്കോട്ടിൽ തടവിലാക്കപ്പെടുന്നതിനുള്ള മാനദണ്ഡങ്ങൾ വ്യക്തമല്ല. സാൽവഡോറൻ സർക്കാർ ഉയർന്ന റാങ്കിലുള്ള ഗുണ്ടാ സംഘങ്ങളെ അവിടെ പാർപ്പിച്ചിട്ടുണ്ടെന്ന് പ്രസ്താവിക്കുന്നു. ആഡംബരങ്ങളൊന്നുമില്ല, വൈവിധ്യങ്ങളില്ല. ദിവസത്തിൽ 3 തവണ ആഹാരം ലഭിക്കുമെങ്കിലും എന്നും ഒരേ മെനു, അതേ പതിവ്. ആയുധങ്ങളായി മാറാൻ സാധ്യതയുള്ളതിനാൽ പാത്രങ്ങൾ നൽകുന്നില്ല. സീക്കോട്ടിൽ നിന്നുമുള്ള ഒരു തടവുകാരനെയും മോചിപ്പിക്കാൻ സാൽവഡോറൻ സർക്കാർ പദ്ധതിയിടുന്നില്ല. കൂടാതെ സീക്കോട്ടിൽ തടവിലാക്കപ്പെട്ട തടവുകാർ ഒരിക്കലും അവരുടെ കമ്മ്യൂണിറ്റിയിലേക്ക് മടങ്ങില്ലെന്ന് നീതിന്യായ പൊതുസുരക്ഷാ മന്ത്രി പ്രസ്താവിച്ചു. സുരക്ഷാ നടപടികൾ വളരെ ശക്തമാണ്. പുറത്തു നിന്നുള്ള ആക്രമണങ്ങൾ തടയുന്നതിന് ജയിൽ എപ്പോഴും സജ്ജമാണ്. വെള്ളമോ കറണ്ടോ സപ്ലൈ ചെയ്യുന്ന പൈപ്പുകൾ ആരെങ്കിലും മുറിച്ചു മാറ്റിയാൽ പോലും ഒരാഴ്ചത്തേക്കുള്ള കറണ്ടും വെള്ളവും അവിടെ തന്നെ ഉണ്ടായിരിക്കും. ക്ഷാമകാലത്ത് പോലും വെള്ളവും വൈദ്യുതിയും തുടർന്നും പ്രവർത്തിക്കുന്നുവെന്ന് ബാക്കപ്പ് സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നു. നിരീക്ഷണത്തിനും നിയന്ത്രണത്തിനുമായി ഏകദേശം 1000 പോലീസുകാരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ട്. സായുധ ഗാർഡുകൾ തടവുകാരെ നിരന്തരം നിരീക്ഷിക്കുന്നു. ചലനങ്ങൾ കർശനമായി നിയന്ത്രിക്കുകയും എല്ലാ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കുകയും ചെയ്യും. വലിയ കോൺക്രീറ്റ് മതിലുകൾ, ശക്തിപ്പെടുത്തിയ സ്റ്റീൽ ബാറുകൾ, തുടർച്ചയായ ലൈറ്റിംഗ് എന്നിവ ഉൾപ്പെടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെ രക്ഷപ്പെടൽ ഫലത്തിൽ അസാധ്യമാണെന്ന് ഉറപ്പാക്കുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരിക്കൽ അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിയമവിരുദ്ധമായി പുറത്തു പോകുന്നത് ആർക്കും യാഥാർത്ഥ്യബോധത്തോടെ ആസൂത്രണം ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല. സീക്കോട്ട് കേന്ദ്രത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകളും ഔദ്യോഗിക ദൃശ്യങ്ങളും തടവുകാരെ അങ്ങേയറ്റം കർശനമായ ശാരീരിക നിയന്ത്രണത്തിലാണ് നീക്കുന്നതെന്ന് കാണിക്കുന്നു. തടവുകാർ പലപ്പോഴും വളഞ്ഞു തന്നെ നടക്കേണ്ടതുണ്ട്. അവരുടെ ശരീരത്തിന്റെ മുകൾ ഭാഗം താഴ്ത്തുകയും കൈകൾ നിയന്ത്രിക്കുകയും കാലുകൾ ചങ്ങലകളിൽ വയ്ക്കുകയും ചെയ്യുന്നു. സായുധരായ കാവൽക്കാർ എല്ലായ്പ്പോഴും അവരെ വളയുകയും ഓരോ ചുവടും സൂക്ഷ്മമായി നയിക്കുകയും ചെയ്യുന്നു. ചലനങ്ങൾ കുറയ്ക്കുന്നതിനും ഏകോപനം തടയുന്നതിനും ചെറുത്തുനിൽപ്പിനോ രക്ഷപ്പെടുന്നതിനോ ഉള്ള ഏതൊരു സാധ്യതയും ഇല്ലാതാക്കുന്നതിനും രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ജയിലിൻ്റെ ഉയർന്ന സുരക്ഷാ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാണ് ഈ ഭാവവും നിയന്ത്രണ സംവിധാനവും.
കനത്ത ചങ്ങലകൾക്കും അപ്പുറം പലർക്കും പ്രത്യേകിച്ച് കഠിനമായി തോന്നുന്നത് തടവിലുള്ള അവസ്ഥകളാണ്. തടവുകാർക്ക് വെള്ളം പോലും വളരെ നിയന്ത്രിതമായി മാത്രമേ ലഭിക്കുന്നുള്ളൂ. നിശ്ചിത സമയങ്ങളിൽ പരിമിതമായ അളവിൽ മാത്രം വിതരണം ചെയ്തുകൊണ്ട് കുടിവെള്ളം റേഷൻ ചെയ്യുകയും ശ്രദ്ധാപൂർവം നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഈ നിയന്ത്രിത ജല ഉപയോഗം ശാരീരിക നിയന്ത്രണവും നിരന്തരമായ മാനസിക സമ്മർദ്ദവും സംയോജിപ്പിച്ച് ദൈനംദിന ജീവിതത്തിൻ്റെ കാഠിന്യത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ സീകോട്ടിൽ പെട്ടെന്ന് വേറിട്ട് നിൽക്കുന്നത് സുരക്ഷാ സാന്നിധ്യം മാത്രമല്ല, അത് ടാറ്റൂകളാണ്. പല തടവുകാർക്കും മുഖം, കഴുത്ത്, നെഞ്ച്, പുറം, കൈകൾ എന്നിവ മൂടുന്ന പൂർണ്ണ ശരീര ടാറ്റൂകളുണ്ട്. ഇവ ക്രമരഹിതമായ ഡിസൈനുകളല്ല. സംഘസംസ്കാരത്തിൻ്റെ ടാറ്റൂകൾ പലപ്പോഴും വിശ്വസ്തത, റാങ്ക്, വ്യക്തിഗത ചരിത്രം, അഫിലിയേഷൻ എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ഒരു വിഷ്വൽ ഐഡൻറ്റിറ്റി കാർഡായി പ്രവർത്തിക്കുന്നു. ഈ അടയാളങ്ങൾ ഒരിക്കൽ തെരുവുകളിലെ ശക്തിയെയും ഭയത്തെയും പ്രതിനിധീകരിച്ചിരിക്കുന്നു. സാധാരണയായി കാണപ്പെടുന്ന ഒരു ചിഹ്നമാണ് കണ്ണിന് താഴെയുള്ള ടിയർ ഡ്രോപ്പ് ടാറ്റു. ജയിലിൽ ചെലവഴിച്ച സമയം, അക്രമത്തിൽ ഏർപ്പെടൽ അല്ലെങ്കിൽ അടുത്ത ഒരാളുടെ നഷ്ടത്തിൽ വിലപിക്കൽ എന്നിവ ഇത് പ്രതിനിധീകരിക്കുമെന്ന് ജനകീയ വിശ്വാസം സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും അർത്ഥങ്ങൾ സാർവത്രികമല്ലാത്തതിനാൽ സംഘങ്ങൾക്കും വ്യക്തികൾക്കും ഇടയിൽ വ്യത്യാസപ്പെടാം. അതുപോലെ പലപ്പോഴും കൈമുട്ടിൽ വയ്ക്കുന്ന സ്പൈഡർ വെബ് ടാറ്റു സാധാരണയായി ബാറുകൾക്ക് പിന്നിൽ ചിലവഴിക്കുന്ന സമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വലയിലെ ഒരു പ്രാണിയെപ്പോലെ കുടുങ്ങിക്കിടക്കുന്നതിനെ പ്രതീകപ്പെടുത്തുന്നു. ചില തടവുകാർ അവരുടെ ശരീരത്തിൽ പച്ചകുത്തിയ പിശാചിൻ്റെയോ പിശാചിത ചിത്രങ്ങളും പ്രദർശിപ്പിക്കുന്നു. പലപ്പോഴും കലാപം, നിർഭയത്വം അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തൽ എന്നിവയുടെ പ്രതീകങ്ങളായി വ്യാഖ്യാനിക്കപ്പെടുന്നു. ചില സംഘസംസ്കാരങ്ങളിൽ അത്തരം ഇമേജിനറി എതിരാളികളിലും സമൂഹത്തിലും ഭയം ഉളവാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ശക്തിയും പ്രശസ്തിയും അവതരിപ്പിക്കുന്നു. മറ്റൊരു ശ്രദ്ധേയമായ സവിശേഷത നെഞ്ചിൽ, പുറകിൽ അല്ലെങ്കിൽ മുഖത്ത് പോലും പ്രമുഖമായി ആലേഖനം ചെയ്ത ഷാങ് നെയിം ടാറ്റുകളാണ്. 18 അല്ലെങ്കിൽ 666 എന്നീ നമ്പറുകൾ, MS-13 ബന്ധപ്പെട്ട ചിഹ്നങ്ങൾ മുതലായവ. ഈ തടവുകാരിൽ പലരും ക്രൂരമായ കുറ്റകൃത്യങ്ങൾക്ക് ഉത്തരവാദികളായ സംഘടനകളുടെ ഭാഗമാണെന്നാണ് ഈ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നവർ വാദിക്കുന്നു. ഓരോ തടവുകാരനും 100 കണക്കിന് കൊലപാതകങ്ങൾ നടത്തിയതായി കണക്കുകൾ പറയുന്നു. കൊലപാതകങ്ങൾ, പിടിച്ചുപറി, തട്ടിക്കൊണ്ടുപോകൽ എന്നിവ കൊണ്ട് വർഷങ്ങളോളം സാധാരണ പൗരന്മാർ ഭയത്തോടെയാണ് ജീവിച്ചത്. കൂട്ടക്കൊലയിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള നേരിട്ടുള്ള പ്രതികരണമാണ് സീകോട്ട് എന്ന് സർക്കാർ അവകാശപ്പെടുന്നു. സ്ഥിതിവിവരക്കണക്കനുസരിച്ച് കൂട്ട അറസ്റ്റുകളും തടങ്കൽ പ്രചാരണവും ആരംഭിച്ചതിന് ശേഷം എൽ സാൽവഡോറിലെ നരഹത്യാ നിരക്ക് ഗണ്യമായി കുറഞ്ഞതായി റിപ്പോർട്ടുണ്ട്. ഒരു കാലത്ത് ഗാങ്സ്റ്റർ ആധിപത്യമുണ്ടായിരുന്ന തെരുവുകൾ ഇപ്പോൾ സുരക്ഷിതമാണെന്ന് സർക്കാർ വാദിക്കുന്നു. ഓരോ തടവുകാരനും ഒരു സെല്ലിൽ കുറഞ്ഞത് 3.4 ചതുരശ്ര മീറ്റർ, അതായത് 37 ചതുരശ്ര അടി സ്ഥലം ലഭിക്കണമെന്ന് ശുപാർശ ചെയ്യുന്ന റെഡ് ക്രോസിൻ്റെ അന്താരാഷ്ട്ര മാനദണ്ഡം സീകോട്ട് പാലിക്കുന്നില്ലെന്ന് BBC സൂചിപ്പിച്ചു. സീകോട്ട് തടവുകാർക്ക് ശരാശരി 0.6 ചതുരശ്ര മീറ്റർ സ്ഥലം നൽകുന്നു. അമേരിക്കൻ ഐക്യനാടുകളിലെ റൈക്കേഴ്സ് ഐലൻഡ് ജയിലിലെ മുൻ അഡ്മിനിസ്ട്രേറ്റർ ജയിലിലെ ലിസ്റ്റ് ചെയ്ത ശേഷിയെ പരാമർശിച്ച് 40,000 തടവുകാർ ഒരു സ്ഥലത്ത് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്ര കൂടുതലാണ് എന്ന് പ്രസ്താവിച്ചു. ഓരോ സെല്ലിലും നിയോഗിച്ചിട്ടുള്ള ഓരോ തടവുകാരനും മതിയായ ബങ്കുകളില്ല. ഓരോ സെല്ലിൻ്റെയും പരമാവധി ശേഷി എത്രയാണെന്ന് BBC ചോദിച്ചപ്പോൾ 10 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് 20 പേരെ വരെ ഉൾക്കൊള്ളാൻ കഴിയും എന്ന് ജയിൽ ഡയറക്ടർ മറുപടി നൽകി. വിനോദം അപൂർവവും നിയന്ത്രിതവുമാണ്. വ്യായാമ കാലയളവുകൾ ഹ്രസ്വവും കനത്ത മേൽനോട്ടത്തിലുള്ളതുമാണ്.
അച്ചടക്കം കർശനമാണ്. അനുസരണക്കേട് ഇരുണ്ടതും കൂടുതൽ നിയന്ത്രിതവുമായ സോളിറ്ററി സെല്ലിനുള്ളിൽ ആക്കുന്നതിന് കാരണമാകും. തടവുകാരെ 30 മിനിറ്റ് വ്യായാമം, ബൈബിൾ പഠനം, ജയിലിനുള്ളിലെ ഓൺലൈൻ കോടതി വാദം കേൾക്കൽ അല്ലെങ്കിൽ ഏകാന്ത തടവിൽ പാർപ്പിക്കൽ എന്നിവയ്ക്ക് മാത്രമേ അവരുടെ സെല്ലുകൾക്ക് പുറത്തു കടക്കാൻ അനുവദിക്കൂ. തടവുകാർക്ക് വിദ്യാഭ്യാസം, വിനോദം, സന്ദർശനം, ഫോൺ കോളുകൾ എന്നിവ അനുവദനീയമല്ല. അന്താരാഷ്ട്ര മാർഗനിർദ്ദേശങ്ങളനുസരിച്ച് തടവുകാർക്ക് വിനോദം, കുടുംബ സന്ദർശനം തുടങ്ങിയ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുവെന്നും BBC സൂചിപ്പിച്ചു. ഡ്യൂ പ്രോസസ് ഓഫ് ലോ ഫൗണ്ടേഷൻ്റെ പ്രോഗ്രാം ഓഫീസർ സീകോർട്ടിൽ വിളമ്പുന്ന ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് ആശങ്ക ഉന്നയിച്ചു. ജയിൽ ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികളെയും വ്യക്തികളെയും അവരുടെ കുറ്റകൃത്യങ്ങൾക്ക് വിചാരണയിൽ പാർപ്പിച്ചതിനാൽ ഉചിതമായ നടപടിക്രമങ്ങളുടെ അവസ്ഥയും അദ്ദേഹം ചോദ്യം ചെയ്തു. തടവുകാർ ശാരീരികമായും മാനസികമായും രോഗബാധിതരാകുകയും രോഷത്തോടെ പുറത്തു വരികയും ചെയ്യും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. മുതിർന്ന ജഡ്ജിയായ ആൻ്റോണിയോ ഡുറാൻ സീകോർട്ടിലെ വ്യവസ്ഥകൾ പീഡനത്തിന് തുല്യമാണെന്ന് പറഞ്ഞു. ക്രിസ്റ്റോസൽ NGOയിലെ നിയമ ഉപദേഷ്ടാവായ സൈറ നവാസ് സീകോർട്ടിലെ അവസ്ഥകൾ നിരീക്ഷിക്കുന്നതിന് ബുദ്ധിമുട്ടാണെന്നും ആ ജയിലിലേക്ക് ആർക്കും പ്രവേശനമില്ലാത്തതെന്നാൽ സാഹചര്യങ്ങൾ മനുഷ്യത്വരഹിതവും അപമാനകരവുമായേക്കാമെന്നും പറയുന്നു. വെസ്റ്റ് മിനിസ്റ്റർ സർവകലാശാലയിലെ മനുഷ്യാവകാശ പണ്ഡിതനായ ഡഗ് സ്പെക്ട് ദി സെയ്സ് റിവ്യൂ ഓഫ് ഇൻ്റർനാഷണൽ അഫയേഴ്സിൽ സീകോർട്ടിലെ അവസ്ഥകൾ തടവുകാരോട് മാനുഷികമായി പെരുമാറുന്നതിനുള്ള അംഗീകൃത മാനദണ്ഡങ്ങളിൽ നിന്ന് വളരെ കുറവാണ് എന്നെഴുതി. എൽ സാൽവഡോറിലേക്ക് നാടുകടത്തപ്പെട്ട തടവുകാരിൽ തുടക്കത്തിൽ സീകോർട്ടിൽ തടവിലാക്കപ്പെട്ട സാൽവഡോറൻ പൗരൻ കിൽമർ ഗാർസിയയും ഉണ്ടായിരുന്നു. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് എറർ കാരണം നാടുകടത്തപ്പെട്ടതിനാൽ അദ്ദേഹത്തിൻ്റെ കേസ് അമേരിക്കയിൽ വ്യാപകമായ മാധ്യമശ്രദ്ധ നേടി. അമേരിക്കയിലേക്ക് മടങ്ങിയെത്തിയ ശേഷം ഗാർസിയ കഠിനമായ മർദ്ദനങ്ങൾ, കടുത്ത ഉറക്കക്കുറവ്, അപര്യാപ്തമായ പോഷകാഹാരം, മാനസിക പീഡനം എന്നിവയ്ക്ക് വിധേയനായതായി കോടതി ഫയലിങ്ങുകളിൽ ആരോപിച്ചു. രാത്രി 9 മുതൽ രാവിലെ 6 മണിവരെ തന്നെയും മറ്റ് 20 തടവുകാരെയും മുട്ടുകുത്തിച്ചതായും ക്ഷീണം മൂലം വീണ എല്ലാവരെയും കാവൽക്കാർ മർദ്ദിച്ചതായും അദ്ദേഹം ആരോപിക്കുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഭാരം 97 കിലോഗ്രാമിൽ നിന്ന് 83 കിലോഗ്രാമായി കുറഞ്ഞു. അടുത്തുള്ള സെല്ലുകളിൽ തടവുകാർ ഗാർഡുകളെയോ ഉദ്യോഗസ്ഥരുടെ ഇടപെടലില്ലാതെ പരസ്പരം അക്രമാസക്തമായി ഉപദ്രവിക്കുന്നതായി താൻ ആവർത്തിച്ച് നിരീക്ഷിച്ചതായി അദ്ദേഹം പറഞ്ഞു. സീകോർട്ട് ജയിൽ മനുഷ്യാവകാശങ്ങൾക്ക് ഭീഷണിയാകും എന്നും ജയിൽ ബഹുജന തടങ്കലിൻ്റെ രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്നുവെന്നും ആംനാസ്റ്റി ഇൻ്റർനാഷണൽ ആശങ്ക ഉന്നയിച്ചു. പീഡനങ്ങൾ തടയുന്നതിനുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഉപസമിതിയിലെ മുൻ അംഗമായ മിഗുവൽ സാറെ സീകോർട്ടിനെ വധശിക്ഷ ഔപചാരികമായി പ്രയോഗിക്കാതെ ആളുകളെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് സ്റ്റീൽ കുഴി എന്ന് വിശേഷിപ്പിച്ചു. സീകോർട്ടിൽ തടവിലാക്കപ്പെട്ട വ്യക്തികളുടെ അവകാശങ്ങൾ നിരീക്ഷിക്കാൻ നിരീക്ഷണ കോടതികൾ എന്നറിയപ്പെടുന്ന കോടതികളെ അനുവദിക്കുന്ന ഒരു വ്യവസ്ഥ 2023 സെപ്റ്റംബർ 12 സുപ്രീം കോടതിയും നിയമസഭയും അംഗീകരിച്ചു. ഒരു നിരപരാധിയെ അത്തരമൊരു സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കും? പരമാവധി നിയന്ത്രണത്തിനും കുറഞ്ഞ
സുഖസൗകര്യങ്ങൾക്കുമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ പിശകുകൾ തിരുത്തുന്നത് ബുദ്ധിമുട്ടായി തീരുന്നു. അഭിഭാഷകരിലേക്കുള്ള പ്രവേശനം പരിമിതപ്പെടുത്തിയേക്കാം. കോടതി സംവിധാനങ്ങൾ അമിതമാകാം. സുതാര്യത പരിമിതമാണ്. തിരക്ക്, ആരോഗ്യ പരിരക്ഷ, ഉചിതമായ നടപടിക്രമങ്ങൾ എന്നിവയെക്കുറിച്ച് മനുഷ്യാവകാശ സംഘടനകൾ ആശങ്ക ഉന്നയിച്ചിട്ടുണ്ട്. ധാർമ്മികമായ പിരിമുറുക്കം തീവ്രമാണ്. ഒരു വശത്ത് സംരക്ഷണം ആവശ്യപ്പെടുന്ന അക്രമത്താൽ തളർന്ന ഒരു രാഷ്ട്രം, മറുവശത്ത് ഓരോ പ്രതിയും ന്യായമായ നടപടിക്രമങ്ങൾ അറിയിക്കുന്നു എന്ന അടിസ്ഥാന നിയമതത്വം. ശിക്ഷയ്ക്ക് തടസ്സം സൃഷ്ടിക്കാൻ കഴിയും, എന്നാൽ നീതി നിയമത്തിൽ ഉറച്ചു നിൽക്കണം. സീക്കോട്ട് കഴിവില്ലായ്മയുടെ അങ്ങേയറ്റത്തെ മാതൃകയായി പ്രതിനിധീകരിക്കുന്നു. ഇത് ഒരു സന്ദേശം കൂടി നൽകുന്നു: കുറ്റകൃത്യങ്ങൾ അനുവദിക്കില്ല. സുരക്ഷയും അവകാശങ്ങളും തമ്മിലുള്ള സന്തുലിതാവസ്ഥ ദുർബലമാണ്. അടിയന്തരാവസ്ഥകൾ സാധാരണ നിലയിലായി കഴിഞ്ഞാൽ അവ വിപുലീകരിക്കാൻ കഴിയുമെന്ന് ചരിത്രം കാണിക്കുന്നു. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞെട്ടലോടെ മാത്രം പ്രതികരിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. അന്തരീക്ഷം അനിഷേധ്യമായി കഠിനമാണെങ്കിലും വിമർശനാത്മകമായി ചിന്തിക്കുക. ഇതാണോ ക്രിമിനൽ നീതിയുടെ ഭാവി? കഠിനമായ തടങ്കൽ, ഭരണഘടനാപരമായ സുരക്ഷാ മാർഗങ്ങളുമായി സഹവർത്തിക്കാൻ കഴിയുമോ? പൊതുസുരക്ഷ അസാധാരണമായ തടങ്കൽ വ്യവസ്ഥകളെ ന്യായീകരിക്കുന്നുണ്ടോ? കാരണം 40,000 പേരെ അങ്ങേയറ്റത്തെ സുരക്ഷയിൽ നിർത്താൻ ഒരു സംവിധാനം നിർമ്മിച്ചു കഴിഞ്ഞാൽ നീതി ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം കൂടുതൽ വർദ്ധിക്കുന്നു. നീതി സമൂഹത്തെ അക്രമത്തിൽ നിന്ന് സംരക്ഷിക്കണം. എന്നാൽ അന്യായമായ ശിക്ഷയിൽ നിന്ന് നിരപരാധികളെയും സംരക്ഷിക്കുകയും വേണം. നിയമമില്ലാത്ത ശക്തി അടിച്ചമർത്തലായി മാറുന്നു. ശക്തിയില്ലാത്ത നിയമം ഫലപ്രദമല്ല. ഭയത്തിൻ്റെയും നിയന്ത്രണത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും വിവാദത്തിൻ്റെയും പ്രതീകമാണ് സീക്കോട്ട്. ചരിത്രം അതിനെ ആവശ്യമായ പരിഷ്കരണമായി വിലയിരുത്തുമോ അതോ അമിതമായ തീവ്രതയായി വിലയിരുത്തുമോ എന്നത് സുതാര്യത, ഉത്തരവാദിത്തം, നിയമതത്വങ്ങൾ പാലിക്കൽ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. പൗരന്മാർ എന്ന നിലയിൽ ചിന്തിക്കുന്ന വ്യക്തികൾ അറിവുള്ളവരായിരിക്കണം. നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണം. താഴെ കമൻ്റായി ചോദിക്കാവുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിന് ലഭിച്ച സപ്പോർട്ടിന് നന്ദി. നമസ്കാരം.